ഭുഞ്ജേ വിഷം സകലലോകഹിതാർത്ഥമേവം രുദ്രേവ ദത്യൈ ശിവാ കരുണാവിലോല തത്രാന്വമോദ തവ വോ കില നീലകണ്ഠോ ഭക്തപ്രിയസ്തദൈവാഹി വിഷാൻമുരാരേ. ലോകഹിതത്തിനായി ഞാൻ വിഷം ഭക്ഷിക്കുന്നു എന്ന് ഭഗവാൻ ശിവൻ പറഞ്ഞപ്പോൾ കാരുണ്യം നിറഞ്ഞവളായ ദേവി അനുമോദിക്കുകയാണ് ഉണ്ടായത്. നീലകണ്ഠനും ഭക്തപ്രിയനുമായ ഭഗവാൻ ശിവൻ അത് പാനം ചെയ്തു. ഹേ മുരാരെ, അടിയനെ വിഷത്തിൽ നിന്ന് രക്ഷിക്കണമേ. മഹാദേവൻ ലോകഹിതത്തിനു വേണ്ടി വിഷം പാനം ചെയ്യാൻ തയ്യാറായി. ഭഗവാന്റെ പ്രഭാവം നന്നായി അറിയാവുന്ന ദേവി അനുമോദിക്കുകയാണ് ചെയ്തത്. ലോകത്തെ രക്ഷിക്കണം എന്ന ദേവിയുടെ കാരുണ്യാധിക്യവും ആ അനുമോദനത്തിന് കാരണമായി. ഭക്തപ്രിയനായ ഭഗവാൻ വിഷം പാനം ചെയ്തു. അവിടുത്തെ കയ്യിൽ നിന്ന് അല്പം താഴെ വീണ വിഷം സർപ്പങ്ങൾക്കും വിഷച്ചെടികൾക്കും മറ്റും ലഭിച്ചു. വിഷത്തെ പാനം ചെയ്ത അവിടുത്തെ കാരുണ്യം സൂചിപ്പിച്ചുകൊണ്ട് അവിടുന്ന് നീലകണ്ഠനുമായി. ഇപ്രകാരമെല്ലാമുള്ള മുരാരിയായ കൃഷ്ണനോട് കവി തന്നെയും സർവ വിഷത്തിൽ നിന്നും രക്ഷിക്കണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. സംസ്കൃതി വിഷം തന്നെ മുഖ്യം. ദുർജന സംസർഗം, കാമക്രോധാദികൾ തുടങ്ങിയവയും എല്ലാം വിഷം തന്നെ. വിഷമാണല്ലോ. മഹാദേവൻ വിഷപാനം ചെയ്തത് ശ്രീകൃഷ്ണനാമം ജപിച്ചുകൊണ്ടാണെന്നും നാമമന്ത്ര പ്രഭാവം കൊണ്ടാണ് വിഷം ശക്തിഹീനമായതെന്നും പത്മപുരാണത്തിലുണ്ട്. അതുകൊണ്ട് കവിയും ശ്രീകൃഷ്ണഭക്തിയാകുന്ന അമൃത് ലഭിക്കണമേ എന്നാണ് വ്യംഗ്യമായി പ്രാർത്ഥിക്കുന്നത്. ശ്രീമദ് ഭാഗവതം അഷ്ടമം 5, 6, 7 എന്നീ അധ്യായങ്ങളാണ് ഇവിടെ സംഗ്രഹിച്ചത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.